ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സ്വഹാബ ആരെങ്കിലും ഒരാൾ രാവിലെ പ്രമാദ സമയത്തില് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വഅന അലാ അഖ്ദിക വബഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ വിശുദ്ധമായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, പ്രഭാത സമയത്തിൽ ആരെങ്കിലും ഒരാൾ ചൊല്ലിയ, എന്റെ ഉമ്മ വൈകുന്നേര സമയത്തിൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞ, ഇതൊരു നിസ്സാരമായ ഇസ്തിഗ്ഫാറാണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാറാണ്. ഏകദേശം ഒരു 10 സെക്കൻഡ് കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ്. രാവിലെ ഒരു തവണ ചൊല്ലാൻ കഴിയുന്നവരങ്ങനെ ചൊല്ലിയ, 2 തവണ ചൊല്ലാൻ കഴിയുന്നവരങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ, 10 തവണ ചൊല്ലാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ചൊല്ലിയ, ആരെങ്കിലും ഈ വിശുദ്ധമായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, മൻ ഖാലഹാ മിനൻ നഹാർ, ആരെങ്കിലും ഒരാൾ പകൽ സമയത്തിൽ ഈ വിശുദ്ധമായ ദിക്റുണ്ടല്ലോ, ഈ വിശുദ്ധമായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ, മൂഖിനൻ ബിഹാ, ദൃഢവിശ്വാസത്തോടുകൂടെ വിശുദ്ധമായ നല്ല ഉറപ്പോടെ നീയത്തോടുകൂടെ ആരെങ്കിലും ഒരാൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പകൽ സമയത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്നിട്ടോ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഫമാത മിൻ യൗമിഹി, ആ ദിവസത്തിൽ അവൻ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ, ഖബ്ല യുംസി, വൈകുന്നേരത്തിന്റെ മുമ്പായി, അതായത് വൈകുന്നേര സമയം വരുന്നതിന്റെ മുമ്പായി അവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുകയും ചെയ്തു കഴിഞ്ഞ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഹുവ മിൻ അഹ്ലിൽ ജന്നഹ, അവൻ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരനാണ്. രാവിലെ ആരെങ്കിലും ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി വൈകുന്നേര സമയമാവുന്നതിന്റെ മുമ്പായി അവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ, എന്റെ ഉമ്മ ഹബീബാ നബി തങ്ങളാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഉണ്ടല്ലോ, ഇത് വിശുദ്ധമായ ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. അവൻ സ്വർഗ്ഗത്തിന്റെ അകലുകാരനാണ്. ഇനിയോ ഈ വിശുദ്ധമായ ദിക്റുണ്ടല്ലോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, വമൻ ഖാലഹാ മിനൽ ലൈൽ, രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുമ്പോ, ഇന്ന് നൂറെ അജ്മീർ കഴിയുമ്പോ ആരും സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറന്നു പോകാൻ പാടില്ല. ആരെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ, ഫമാത ഖബ്ല അൻ യുസ്ബിഹ, അവൻ രാവിലെ പ്രഭാത സമയം വരുന്നതിന്റെ മുമ്പായി, സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പായി ആ മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്തു കഴിഞ്ഞ, മദീനയുടെ നേതാവ് പറയുകയാണ്, ലോകം പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഹുവ മിൻ അഹ്ലിൽ ജന്നഹ, അവൻ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരനാണ്, അവൻ സ്വർഗ്ഗാവകാശിയാണ്, അവൻ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരനാണെന്ന് റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ മറന്നു പോകല്ലേ, ടെൻഷനുകൾ വരുന്നവർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ മറക്കല്ലേ, വിഷമം അനുഭവിക്കുന്നവരുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ മറന്നു പോകല്ലേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവര്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ആരാണെങ്കിലും ശരി, അവർ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നുള്ളത് ഇങ്ങനെ വല്ലാതെ പറഞ്ഞോളണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് റസൂലുള്ളാഹ്, അവർ വിജയിച്ചവരാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, വല്ലാഹി ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ദിവസേന 70 തവണ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബാന ചെയ്യുമായിരുന്നു. 70 തവണ ഹബീബായ നബി തങ്ങളുണ്ടല്ലോ പാപമോചനം തേടാതെ ഒരൊറ്റ ദിവസവും നബി തങ്ങൾക്ക് കടന്നു പോയിട്ടില്ല. എന്റെ ഉമ്മ വിജയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ ആദ്യം പറയുന്ന വലിയുദ്ദീനോടാണ് ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഏറ്റവും നമ്പർ 1 വിജയ് ആരെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ചെല്ലു മക്കളെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, എന്റെ ഉമ്മമാരിൽ പലരുമുണ്ടല്ലോ തസ്ബീഹ് മാല എടുത്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരുണ്ടല്ലോ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ ഞാൻ രാവിലെ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാറുണ്ട് ഉസ്താദേ, രാവെടുകുന്നേര സമയത്തിൽ ഞാൻ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാറുണ്ട് ഉസ്താദേ. അങ്ങനെ ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ. പെരിപ്പിക്കുന്ന സഹോദരന്മാര് സഹോദരിമാര് കേട്ടോളണേ, ഒരു വിശുദ്ധമായ ഹദീസ് കേട്ടോ. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനാകുന്ന ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ. ആരെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയ, രാവിലെയും 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയ, 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 313 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയ, 1000 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞ ഏത് സമയത്തിലും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ. എന്റെ ഉമ്മ കേട്ടോളണേ, ഉമ്മ പ്രയാസം അനുഭവിക്കുന്നവരെ കേട്ടോളോ. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അവൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുണ്ടല്ലോ, എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം അല്ലാഹു അവനിക്ക് രക്ഷ കൊടുക്കുന്നതാണ്. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അവൻ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്നും അല്ലാഹു അവനിക്ക് രക്ഷ കൊടുക്കുന്നതാണ്. അവൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളുണ്ടല്ലോ, എല്ലാ വിഷമങ്ങളിൽ നിന്നും അവൻ അല്ലാഹു രക്ഷ കൊടുക്കുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ് 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 പറഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവനിക്ക് രക്ഷ കൊടുക്കും, സമാധാനം കൊടുക്കും. പോരാ, തീരുന്നില്ല. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഭക്ഷണത്തിനെയും അല്ലാഹു കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകു ചെയ്യുന്നതാണ്. അവന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. അവന്റെ ബിസിനസ്സിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. അവന്റെ കൃഷിയിടങ്ങളിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. വേണ്ട സകലമാന വസ്തുക്കൾ ഉണ്ടല്ലോ, അല്ലാഹു അതിലെല്ലാം അല്ലാഹു വിശാലത കൊടുക്കും. എന്താണ് അവൻ ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ ധാരാളം തവണ ചെല്ലുക. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര വിഷമമാണ്. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരൊറ്റ ദിക്റും വേറെ ചെല്ലണ്ട, ചെല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാ വിഷമങ്ങൾക്കും അത് പരിഹാരമാണ്.
ചില ആളുകൾക്ക് ടെൻഷനാണ്, അസാധ്യമായ ടെൻഷൻ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്, 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 അസ്തഗ്ഫിറുല്ലാഹ്. ഉസ്താദേ ജോലിയില്ലാതെ വിഷമിക്കുകയാണ്, എന്ത് ദിക്റാണ് ഞാൻ ചൊല്ലേണ്ടത്? ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ അങ്ങനെ ധാരാളം തവണകളിലായിട്ട് ചെല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ.